ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നഴ്സിംഗിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസിനെ കുറിച്ചിട്ട് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ അബ്രിവേഷൻസ് പഠിച്ചു, മെഡിക്കൽ പ്രിഫിക്സസ് പഠിച്ചു, മെഡിക്കൽ സഫിക്സസ് പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെഡിക്കൽ ടേംസ് ആണ്. ഈ മെഡിക്കൽ ടേംസിൽ പല മെഡിക്കൽ ടേംസും നമുക്ക് ഇനി പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി സഫിക്സസിലും പ്രിഫിക്സസിലും അബ്രിവേഷൻസിലും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുന്ന കുറെ വേർഡ്സുകൾ ഉണ്ട് നമുക്ക് ഈ മെഡിക്കൽ ടേംസിൽ. അപ്പൊ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നേരത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഈ ഒരു സെറ്റ് ഓഫ് മെഡിക്കൽ ടേംസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അനീമിയ, ANAEMIA, ഓർ നമ്മൾക്ക് ഈ എ ഇല്ലാതെയും അനീമിയ എന്ന് പറയുന്ന വേർഡ് എഴുതും. അനീമിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ അനീമിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അതിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു ടേംസ് എന്ന രീതിയിൽ ഇപ്പൊ അനീമിയ എന്താന്ന് മാത്രം അറിഞ്ഞിരിക്കാം. ലോസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ഞാൻ എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയില്ല, ജസ്റ്റ് വേർഡ്സ് മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത വേർഡാണ് അനോറെക്സിയ, ANOREXIA. ദാറ്റ് മീൻസ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. അപ്പറ്റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിക്കാതിരിക്കില്ല, വിശപ്പില്ലായ്മ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ അനോറെക്സിയ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. Okay, next is amnesia. Amnesia means loss of memory. Okay, AMNESIA. Amnesia means loss of memory. Next is alopecia, ALOPECIA. That is loss of hair. അതായത് ഇപ്പൊ നമ്മള് മുടി ഭയങ്കരമായിട്ട് കൊഴിയാന്ന് പറയില്ലേ, മുടി പോവാ, അതിനാണ് നമ്മള് ഹെയറിന്റെ ലോസിനെയാണ്, എക്സ്ട്രീം ലോസ് ഓഫ് ഹെയറിനെയാണ് നമ്മൾ അലോപേഷ്യ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അറ്റാക്സിയ, ദാറ്റ് ഈസ് ഇംപയർഡ് കോർഡിനേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് കോർഡിനേഷൻ ഇല്ലാതിരിക്കുക, നമ്മൾ ബ്രെയിൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ അറ്റാക്സിയ അല്ലെങ്കിൽ ഇംപയർഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആർത്രാൽജിയ. ഓൾറെഡി നമ്മൾ ആർത്രോ എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ആൽജിയ എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് രണ്ട് വാക്കായിട്ട് തിരിക്കാം, ആർത്രോ പ്ലസ് ആൽജിയ. അപ്പൊ ആർത്രോ മീൻസ് നമ്മള് പ്രിഫിക്സസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ജോയിന്റ്, ആൽജിയ സഫിക്സസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പെയിൻ. അപ്പോ ആർത്രാൽജിയ മീൻസ് പെയിൻ ഓഫ് ദി ജോയിന്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അടുത്ത വാക്കാണ് അനോസ്മിയ. അനോസ്മിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് സ്മെൽ. ഓക്കെ, നമുക്ക് സ്മെല്ല് കിട്ടാതിരിക്കുക, സ്മെൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, സ്മെല്ലുകൾ നമുക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ അനോസ്മിയ, ദാറ്റ് ഇസ് ലോസ് ഓഫ് സ്മെൽ. നെക്സ്റ്റ് ഇസ് ബ്രെഡികാർഡിയ. ബ്രെഡികാർഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബ്രെഡി മീൻസ് നമ്മൾ പ്രിഫിക്സസിൽ പഠിച്ചു സ്ലോ, കാർഡിയ മീൻസ് ഹാർട്ട്, അപ്പൊ സ്ലോ ഹാർട്ട് റേറ്റ്, ദാറ്റ് ഇസ് ബ്രെഡികാർഡിയ. നെക്സ്റ്റ് വൺ ഇസ് ബ്രോങ്കൈറ്റിസ്. ഇത് നമുക്ക് ഈ ഐറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സഫിക്സസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫ്ലമേഷൻ. ഓക്കെ, സോ ബ്രോങ്കൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രോങ്കസ്. ബ്രോങ്കസ് എന്താണ്? നമ്മുടെ ലങ്സിന്റെ ഒരു പാർട്ടാണ് ബ്രോങ്കസ്. ഓൾറെഡി നമ്മൾ പ്ലസ് ടു വരെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് ലങ്സിന്റെ പാർട്സുകൾ. സോ ബ്രോങ്കൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രോങ്കസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കാർഡൈറ്റിസ്. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ, കാർഡിയോ മീൻസ് ഹാർട്ട്, അപ്പോ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഹാർട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പെപ്സിയ. ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് DYSPEPSIA. ഡിസ്പെപ്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡൈജഷൻ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കാത്ത ഒരവസ്ഥയാണ് ഡിസ്പെപ്സിയ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ഫേജിയ, DYSPHAGIA. ദാറ്റ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്. ഓക്കെ, DYS എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസ്ഫേജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വോളോ ചെയ്യാനുള്ള, നമുക്ക് എന്തെങ്കിലും ഒന്ന് വിഴുങ്ങാനുള്ള ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ഫോണിയ. ഡിസ്ഫോണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ വോയിസ്. ഓക്കെ, അബ്നോർമൽ വോയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോയിസിൽ വരുന്ന ചേഞ്ചസ്, അബ്നോർമലി നമ്മുടെ വോയിസ് വരുന്നതിനെയാണ് നമ്മൾ ഡിസ്ഫോണിയ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്നിയ, DYSPNEA. ഇതിന് നമ്മൾ
ഈ പി നമുക്ക് സൈലന്റ് ആണ്. സോ ഡിസ്നിയ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഡിസ്നിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ വരുന്ന ഡിഫിക്കൽട്ടീനെയാണ് നമ്മൾ ഡിസ്നിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഡിസ്യൂറിയ, DYSURIA. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. യൂറിൻ പാസ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീനെയാണ് നമ്മൾ ഡിസ്യൂറിയ എന്ന് പറയുന്നത്. സോ ഇന്ന് ആദ്യത്തെ സെറ്റിൽ നമ്മൾ പഠിക്കുന്നത് അനീമിയ, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. Next is anorexia, loss of appetite. Next is amnesia, loss of memory. Alopecia, loss of hair. Ataxia, impaired coordination. Arthralgia, pain in the joint. Anosmia, loss of smell. Bradycardia, less heart rate or slow heart rate. Bronchitis, inflammation of the bronchus. Carditis, inflammation of the heart. Dyspepsia, that is indigestion. Next is dysphagia, difficulty in swallowing. Dysphonia, abnormal voice. Dyspnea, breathing difficulty. Next is dysuria, urination difficulty in the urination. ഞാൻ ഇന്നിപ്പോ ഇത്ര എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസുകൾ വളരെ കുറച്ചുള്ളൂ. ഒത്തിരി മെഡിക്കൽ ടേംസുകൾ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് മെഡിക്കൽ ടേംസുകൾ. പക്ഷെ ഞാൻ എല്ലാം എടുക്കുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ മെഡിക്കൽ ടേംസിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെറ്റ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ കമന്റ്സുകളെല്ലാം കാണുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ BSc നഴ്സിംഗ് അല്ലാത്ത ക്ലാസ്സുകൾ, സെം സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങാമോ ചേച്ചി? അതേപോലെ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ ഈ ക്ലാസ്സുകൾ തുടങ്ങാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സബ്ജക്ട് വൈസ് ക്ലാസ്സുകൾ തുടങ്ങാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നോൺ ടു അൺനോണിലേക്കാണ് നമ്മൾ പോണത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക, അതിനുശേഷം നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചാലാണ്, ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവുള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നൊരു 1-2 ക്ലാസ്സിലൂടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്ട് വൈസ് ആയിരിക്കും ക്ലാസ് തുടങ്ങുക. സോ ആ വീഡിയോസ് എല്ലാവരും നിങ്ങൾ മറക്കാണ്ട് കാണണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്.